ഇളകി മറയുന്ന ഭാവസാഗരമാണ് സുബിൽ ബാബു. നവരസങ്ങളിൽ കഠിനം എന്ന് കരുതുന്ന പല ഭാവങ്ങളും ഒരു പൂ വിരിയും പോലെ ഈ മുഖത്ത് വിരിഞ്ഞു നിൽക്കും. ഉണ്ട കണ്ണുകളും ഉന്തിയ പല്ലുകളും ആ ഭാവങ്ങളുടെ ശോഭ കൂട്ടുന്നു. ലോക ഭാഷയ്ക്ക് പുതിയൊരു ഭാഷ സംഭാവന നൽകിയ മഹാവ്യക്തിയാണ് മുഹമ്മദ് യാസിർ കൊണ്ടേരി എന്ന ഈ കൊണ്ടോട്ടിക്കാരൻ. കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷയായ മലയാളത്തിലെ ചില അക്ഷരങ്ങളും ഇദ്ദേഹം സ്വയം വികസിപ്പിച്ചെടുത്ത ചില വാക്കുകൾ കൂട്ടിക്കലർത്തിയാണ് പുതിയ ഭാഷ സൃഷ്ടിച്ചെടുത്തത്. വളരെ ലളിതമെന്ന് തോന്നുമെങ്കിലും ഉച്ചരിക്കാൻ സംസ്കൃതത്തെക്കാൾ കഠിനമാണ് ഈ ഭാഷ. ക്ലാസ്സിൽ അപൂർവമാണെങ്കിലും കോളേജിലെ സജീവ സാന്നിധ്യമാണ് അംജദ്. നീട്ടി വളർത്തിയ തലമുടിയും സുന്ദരമായ മുഖവുമായി 3 വർഷം മുമ്പ് ഗുരുവായൂരപ്പൻ കോളേജിലേക്ക് വലതുകാൽ വെച്ച് കയറിയപ്പോൾ അതിഗംഭീര വരവേൽപ്പാണ് അന്നത്തെ സീനിയേഴ്സ് അദ്ദേഹത്തിന് നൽകിയത്. ആ സ്നേഹപ്രകടനത്തിന്റെ അവശേഷിപ്പുകൾ ഇന്നും ആ ശരീരത്തിൽ കാലത്തിന് മായ്ക്കാൻ കഴിയാതെ കിടക്കുന്നുണ്ട്. കാപ്പാട് കടപ്പുറത്ത് കക്ക പെറുക്കി നടന്ന പീറച്ചെറുക്കനിൽ നിന്ന് ഗുരുവായൂരപ്പൻ കോളേജിലെ BSc കാരനിലേക്കും ഒടുവിൽ വൈബ്രേറ്റ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ സർവീസിന്റെ MD-യിലേക്കുമുള്ള വളർച്ചയിൽ അവന് കൂട്ടായിരുന്നത് മോഹൻലാൽ എന്ന അതുല്യ നടനോടുള്ള ഭ്രാന്തമായ ആരാധനയും കടലമ്മയുടെ സംഗീതവുമായിരുന്നു. തലകുലുക്കിയുള്ള ആലാപന ശൈലി ഒരുപാട് ആരാധകരെ അദ്ദേഹത്തിന് നേടിക്കൊടുത്തു. റിലയൻസ് പോലുള്ള വമ്പൻ ടെലികോം കമ്പനികൾക്ക് വൻ ഭീഷണിയായാണ് വൈബ്രേറ്റിന്റെ വളർച്ച. എന്നും വിവാദങ്ങളുടെ തോയനായിരുന്നു ഈ ചുരുണ്ടമുടിക്കാരൻ. ചെയ്യാത്ത തെറ്റിന് ഒരുപാട് ക്രൂശിക്കപ്പെട്ടെങ്കിലും തളരാതെ പിടിച്ചു നിന്നു. കേരളത്തിലെ പ്രമുഖ സ്വർണ്ണ വ്യവസായിയായിരുന്ന കുഞ്ഞിക്കൻ മുതലാളിയുടെ പൗത്രനായ ഇദ്ദേഹത്തിന് പരീക്ഷകളെക്കാൾ പേടി മുടികൊഴിച്ചിൽ എന്ന പരീക്ഷണത്തെയായിരുന്നു. നിഗൂഢതകളുടെ രാജകുമാരൻ. ഒറ്റ വാക്കിൽ ഫസലിനെ കുറിച്ച് ഇങ്ങനെ പറയാം: നമ്മൾ മനസ്സിലാക്കുന്നതിലും അപ്പുറത്തായിരിക്കും ഇവന്റെ പ്രവൃത്തികളും ചിന്തകളും. തട്ടിപ്പും വെട്ടിപ്പും ഇത്ര മനോഹരമായി ചെയ്യാൻ അറിയുന്ന ഒരാൾ ഇല്ലെന്ന് തന്നെ പറയാം. നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ് വിഷ്ണുബന്ധു. ശത്രുക്കളുടെ ഒളിയമ്പുകളേറ്റ് പലവട്ടം കോളേജിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നെങ്കിലും മാസങ്ങൾ നീണ്ട നിയമയുദ്ധത്തിലൂടെ പൂർവാധികം ശക്തിയോടെ കോളേജിൽ തിരിച്ചെത്തി. ഒറ്റ നോട്ടത്തിൽ ആർക്കും ബഹുമാനവും ആദരവും തോന്നിപ്പോകുന്ന വ്യക്തിത്വത്തിനുടമ. കൂടാതെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പടപൊരുതുന്ന എയ്ഡ്സോ എന്ന സംഘടനയുടെ മുഖ്യധാരാ പ്രവർത്തകൻ. എന്നാൽ എട്ടും പൊട്ടും തിരിയാത്ത പാവപ്പെട്ട പെൺകുട്ടികളുടെ പിറകെ നടന്ന് ശല്യപ്പെടുത്തലാണ് ഇവന്റെ പ്രധാന വിനോദം. പൊറുതിമുട്ടുന്ന പെൺകുട്ടികൾ ഒടുവിൽ ഇവന്റെ വലയിൽ വീഴാറാണ് പതിവ്. തെറികളുടെ കിരീടം വെക്കാത്ത രാജാവ്. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കാട്ടുക എന്ന പഴഞ്ചൊല്ല് ശരിയാണെന്ന് പലവട്ടം ഇദ്ദേഹം തെളിയിച്ചു. എതിരാളികളുടെ വിമർശന ശരങ്ങളെ ഉഗ്രതെറികളിലൂടെയാണ് രജീഷ് പ്രതികരിച്ച് തോൽപ്പിക്കാറ്. കഥകൾ പറയാൻ ഏറെ ഇഷ്ടമുള്ള ആളാണ് ഈ താടിക്കാരൻ. പറയുന്ന കഥകളിൽ ഏറെയും തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണെന്ന് ഇദ്ദേഹം അവകാശപ്പെടുമെങ്കിലും കേൾക്കുന്നവർ മണ്ടന്മാരല്ലാത്തതുകൊണ്ട് മിക്ക കഥകളുടെയും ക്ലൈമാക്സ് പൊളിയാറാണ് പതിവ്. കൂടെ നിന്ന് കാലുവാരാനും ഇദ്ദേഹത്തിന് പ്രത്യേക കഴിവുണ്ട്. 80കളിലെ നിരാശാ കാമുകന്മാരുടെ മുഖച്ഛായയാണ് ജിനൂഷിന്. വിഷാദം നിറഞ്ഞ കണ്ണുകളും ഉറക്കം തൂങ്ങിയ മുഖവും കാണുമ്പോൾ ഇവൻ കഞ്ചാവ് ലഹരിയിലാണോ എന്ന് പലർക്കും തോന്നിപ്പോകാറുണ്ട്. മുകേഷ് അംബാനിയെ തന്റെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് അഖിലേഷ് RMB എന്ന മണി ചെയിനിലെ ഒരു കണ്ണിയായത്. തുടക്കത്തിൽ പണമുണ്ടാക്കാനുള്ള ഒരു മാർഗം എന്ന നിലയ്ക്ക് RMB കണ്ടിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് അദ്ദേഹത്തിന്റെ ജീവശ്വാസവും ഹൃദയതാളവും RMB ആണ്. രാഷ്ട്രീയ കായിക രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സകലകലാ വല്ലഭനാണ് സാജൻ. ക്ലാസ് റൂമിലെ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടാനുള്ളതല്ല തന്റെ കഴിവുകളെന്ന് ഇദ്ദേഹം പലവട്ടം തെളിയിച്ചു. ഫൈൻ ആർട്സ് സെക്രട്ടറിയായും കോളേജ് ക്രിക്കറ്റ് ടീം അംഗമായും മിമിക്രി അവതരിപ്പിച്ചും ഇദ്ദേഹം തിളങ്ങിയിട്ടുണ്ട്. ചുട്ട കോഴിയെ പോലും പറത്താൻ കഴിവുള്ള മന്ത്രതന്ത്രങ്ങളുടെ മൂർത്തിയാണ് കാർത്തിക്. ഹിമാലയ സാനുക്കളിലെ ഋഷിവര്യന്മാർക്ക് പോലും അപരിചിതമായ കോഴിമുട്ട കൂടോത്രം ഉപയോഗിച്ചാണ്
ഇദ്ദേഹം ടീച്ചർമാരെ തൻ്റെ വരുതിയിൽ വരുത്താറ്. കൂടോത്രത്തിനു ശേഷം മുട്ടകൾ ഓംപ്ലേറ്റ് ആക്കി കഴിക്കുന്നതും ഇദ്ദേഹത്തിൻ്റെ പതിവാണ്. അതിരറ്റ മോഹങ്ങളുമായി കുറ്റാടിയിൽ നിന്ന് കുറ്റിയും പറിച്ചു വന്നവൻ, പ്രേമമാകുന്ന ലഹരി മരുന്നിൻ്റെ അടിമ. പ്രേമാഭ്യർത്ഥന നടത്തിയ മുഴുവൻ പെൺകുട്ടികളും ഒരേ സ്വരത്തിൽ നോ എന്ന് പറഞ്ഞപ്പോഴും തളരാതെ അടുത്ത ഇരയെ തേടിപ്പോകുന്ന അനൂപ് എന്നും ഞങ്ങൾക്കൊരു പ്രചോദനമായിരുന്നു. കൂട്ടത്തിലെ പ്രധാന പൂവാലൻ എന്ന ചീത്തപ്പേരുണ്ടെങ്കിലും ശാസ്ത്രലോകത്തിന് അമർ ഒരു വിസ്മയമാണ്. കോളേജിലെ ഏകദേശം മുഴുവൻ പെൺകുട്ടികളുടെയും പേരും നാളും മുതൽ പിൻകോഡ് വരെ ശേഖരിച്ചു വെച്ചിട്ടുള്ള ഒരു മനുഷ്യ കമ്പ്യൂട്ടറാണ് അമർനാഥ്. അദ്ദേഹത്തിൻ്റെ എക്സ്റേ കണ്ണുകൾ പതിയാത്ത പെൺകുട്ടികൾ കോളേജിൽ ഇല്ലെന്ന് തന്നെ പറയാം. ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയുടെ സജീവ പ്രവർത്തകൻ. സംഘടനയ്ക്ക് കോളേജ് യൂണിയൻ അധികാരം നഷ്ടപ്പെട്ടപ്പോൾ മുമ്പിൽ നിന്ന് പടനയിച്ചത് സുമേഷായിരുന്നു. എന്നിരുന്നാലും പാർട്ടിയുടെ മദ്യവിരോധ നയങ്ങളോട് വ്യക്തിപരമായ എതിർപ്പ്. സുന്ദരന്മാർ എന്ന് പലരും അവകാശപ്പെടുന്ന ഈ ക്യാമ്പസിൽ മറ്റുള്ളവർ സുന്ദര എന്ന് വിളിക്കുന്ന ഏക സുന്ദരൻ താമരശ്ശേരിയിൽ നിന്നുള്ള ഈ എഴുത്തുകാരനാണ്. പച്ചയായ ജീവിത മുഹൂർത്തങ്ങളെ അതിലും പച്ചയായ വാക്കുകളാക്കി രൂപാന്തരപ്പെടുത്തിയപ്പോൾ അത് വായനക്കാരെ അനുഭൂതിയുടെ മറ്റൊരു ലോകത്തേക്കാണ് എത്തിച്ചത്. ഇദ്ദേഹം രചിച്ച പല നോവലുകളും ഗുരുവായൂരപ്പൻ കോളേജിലെ ഓരോ മണൽത്തരികളെ പോലും പുളകമണിയിച്ചിട്ടുണ്ട്. ട്രെയിനുകളെ തൻ്റെ കാമുകിമാരെ പോലെ സ്നേഹിക്കുന്ന അപൂർവ വ്യക്തിയാണ് വിജേഷ്. കാമുകിമാരിൽ ഇവന് ഏറ്റവും പ്രിയപ്പെട്ടവൾ കൊച്ചുവേളി എക്സ്പ്രസ് ആണ്. സമയം കഴിഞ്ഞാലും തൻ്റെ പ്രേതമൻ വരുന്നതും കാത്ത് അവൾ ട്രാക്കിൽ കാത്തു നിൽക്കും. നെറ്റിയിലെ ചന്ദനക്കുറി മാന്യതയുടെ മുഖംമൂടിയാക്കിയ പഞ്ചാരക്കുട്ടൻ. വാചകമടിയിലൂടെ പെൺകുട്ടികളെ വീഴ്ത്താൻ ശ്രമിക്കാറുണ്ടെങ്കിലും വേണ്ട വിധത്തിൽ വിജയം കാണാറില്ല. കാലിരുമ്പിന്റെ ശക്തിയും ഭീമാകാരമായ രൂപമാണ് അജിത്തിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. പാറ പോലെ ഉറച്ച ആ ശരീരത്തിനുള്ളിൽ സ്നേഹത്തിന് വേണ്ടി തുടിച്ച ഒരു ഹൃദയമുണ്ടായിരുന്നു. പക്ഷെ ആ ഹൃദയം ഏറ്റുവാങ്ങാൻ അവൾ കൂട്ടാക്കിയില്ല. സ്ഥിരമായി ക്ലാസ്സിൽ കയറുന്ന ആൺകുട്ടികളിൽ 3-ൽ ഒരാളാണ് അജുൽ. പുരുഷ സൗന്ദര്യം അവൻ്റെ മസിലുകളിലാണെന്നാണ് ഇദ്ദേഹത്തിൻ്റെ വിശ്വാസം. ക്ലാസ്സിലെ ഏക മാതൃകാ വിദ്യാർത്ഥി. പൊതു അവധി ദിവസങ്ങളിൽ പോലും കൃത്യസമയത്ത് കോളേജിൽ എത്തുന്നു. ക്ഷമയുടെ കാര്യത്തിൽ സാക്ഷാൽ മഹാത്മാഗാന്ധിയേക്കാൾ ഒരു പടി മുന്നിലാണ് ഇദ്ദേഹം. കല്ലായിപ്പുഴയുടെ ലാളനമേറ്റ് വളർന്നവൻ. തൻ്റെ ആശയങ്ങൾക്കും താല്പര്യങ്ങൾക്കും ക്ലാസ് റൂമുകൾ ഒരു ബാധ്യതയായതോടെ ക്യാൻറ്റീനിലും ബുദ്ധൻ്റെ കീഴിലും അഭയം തേടി. ഒരു മുഖവുരയുടെ ആവശ്യമില്ലാത്ത വ്യക്തിയാണ് ഗൗതം. ഇദ്ദേഹത്തെ പഠിക്കാൻ ഞങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അതിനുള്ള അവസരം ഇദ്ദേഹം തന്നിട്ടില്ല എന്ന് പറഞ്ഞതാവും ശരി.